ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണം എന്തുകൊണ്ട് ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കാൻ പെണ്ണിനോട് പറഞ്ഞു, എന്തുകൊണ്ട് പുരുഷനോട് ആ നിലക്ക് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയും പർദ്ദ പോലെയുള്ള ഇറക്കമുള്ള വസ്ത്രങ്ങൾ അടിമത്വത്തിൻ്റെതാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതേ വാക്കുകൾ പറയുമ്പോ കമല സുരയ്യ, മാധവിക്കുട്ടി അവരൊരു കാലത്ത് പ്രണയത്തെക്കുറിച്ച്, സ്ത്രീപക്ഷ വായനയെക്കുറിച്ചൊക്കെ ധാരാളക്കണക്കിന് എഴുതിയിരുന്നു. പിന്നീട് അവർ ഇസ്ലാമിലേക്ക് അതിന്റെ ശാന്തിയും സമാധാന ദർശനവും കണ്ടു വന്നതിന് ശേഷം അവരണിഞ്ഞ പർദ്ദയെക്കുറിച്ച് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അന്നൊന്നും ഇല്ലാത്ത ഒരു കംഫർട്ട്, ഭയങ്കര ഒരു ആശ്വാസവും സുരക്ഷിതത്വ ബോധവും എനിക്ക് എൻ്റെ ഈ വസ്ത്രം പകർന്നു നൽകുന്നുണ്ട്. അപ്പൊ ഇത് ഊരി എറിയാൻ ശ്രമിക്കുന്നവർ ഒരു ഭാഗത്തും, എന്നാൽ ഇത് എടുത്തണിയുന്നവർ അവരുടെ അനുഭവവും, സെലിബ്രിറ്റികൾ വരെ ഞങ്ങൾ ഈ നിർവഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ട് ഉണ്ട് എന്നാണ്. അതായത് ഈ പർദ്ദയും ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് പൊതു ഇടങ്ങളിൽ ഞങ്ങൾ അങ്ങേയറ്റം സുരക്ഷിതരാണ് എന്ന് പറയുന്നവരെ കാണാം. ഈ സുരക്ഷിതത്വം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും സൃഷ്ടിപരമായ ചില വ്യത്യാസങ്ങൾ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ശരീരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അവിടുത്തെ ചിന്തകൾ വ്യത്യാസമുണ്ട്, ആണും പെണ്ണും, മനസ്സിന്റെ തലങ്ങള് അതിന്റെ ആരോഗ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെറിയൊരു ആഡിങ് നടത്തിക്കോട്ടെ. 6000-ൽ പരം ജീനുകള് ഈ പുരുഷ സ്ത്രീകളെ വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഓരോ സെല്ലുകളിലും എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന ഓരോ കോശങ്ങളിലും സ്ത്രീയും പുരുഷനും വ്യത്യസ്തപ്പെടുന്ന ഈ പറഞ്ഞ ജീനുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സയന്റിഫിക് ആയിട്ട് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞു, അതേപോലെ തന്നെ അനാട്ടമിയിലും ഹോർമോണിലൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ അവരുടെ ഈ പറഞ്ഞ സൃഷ്ടിപരമായ ഉള്ളതുപോലെ തന്നെ അവരുടെ പ്രവൃത്തിയിലും കാഴ്ചയിലും ഇന്ന സഹ്യക്കും ലക്ഷത്താന്ന് പറഞ്ഞു, നിങ്ങളുടെ കടമകൾ വ്യത്യാസമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ കാഴ്ചയിൽ ഇപ്പൊ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ നോക്കുന്ന കാഴ്ചയല്ല ഒരു പെണ്ണ് പുരുഷനെ നോക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞു. ഒരു പുരുഷനെ നോക്കി അട്രാക്ഷൻ കാണുമ്പോൾ അയാള് വളരെ സൗന്ദര്യമുള്ള ആളാണ്, അട്രാക്ഷൻ ആണ് ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്നതെങ്കിൽ ഉത്തേജനമാണ് ഒരു പെണ്ണിനെ കാണുന്ന പുരുഷനിൽ ഉണ്ടാകുന്നത്. അതൊരിക്കലും സൃഷ്ടിപരമായി തന്നെ അവനിലുള്ള ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെ ആ ആണിന്റെയും പെണ്ണിന്റെയും മനസ്സറിയുന്ന സൃഷ്ടാവ് അവരുടെ വസ്ത്രധാരണ രംഗത്ത് ഈ കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമത്തെ ആവിഷ്കരിക്കാണ്.